പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരുടെ വീട് ഇതിൽ കൂടെ എൻ്റെ ചാനലിലൂടെ കാണിക്കുക. ഞാൻ എവിടെ തെങ്ങേറാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് വെച്ചാൽ ആ വീട്ടുകാരുടെ ആ വീഡിയോ കാണിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വീടുകളൊക്കെ ഇപ്പോൾ പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ പഴയ വീടുകളാണ് കൂടുതലും ഇഷ്ടം. പുതിയ വീടുകൾ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ നിലനിർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദമായിരത്തൊക്കെ ഒരു സംഭവത്തിലൂടെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരുപാട് വീടുകൾ ഇപ്പോൾ പൊളിച്ചു പോയി. അതൊക്കെ ഇപ്പോൾ എൻ്റെ യൂട്യൂബിലുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പണി നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത്. വയറിങ്ങും വാർപ്പിൻ്റെ പണിയൊക്കെ. അതിൽ കൽപ്പണി മാത്രമാണ് പുറത്തുനിന്ന് ഇപ്പോൾ വലിയമ്മയുടെ മോൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ വീടുമായി തന്നെ മറ്റുള്ളവരുടെ വീട് കാണുമ്പോഴും മനസ്സിൽ എന്തോ ഒരു ഭയങ്കര ഒരു കുളിർമയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വീടാവും. എന്താ ഇപ്പോൾ ഈ പ്രാന്തം വീട് എടുക്കണമെന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് തെങ്ങേറാൻ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ വീട് ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ എടുക്കും. പക്ഷെ നിങ്ങളെ എടുത്തില്ല വെച്ചെങ്കിൽ നിങ്ങളെ വീട് എടുക്കും, ഞാൻ അവിടെ വരും. അതേപോലെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ സാധിച്ചു തരും എന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ നാട്ടിലത്തെ ചെറിയ വിഷയങ്ങളൊക്കെ വെറുതെ നമ്മളെ നാട്ടിലത്തെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഇതൊന്നും ഈ നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ എൻ്റെ കല്യാണം 2005 കല്യാണം കഴിഞ്ഞാൽ CD ആയിരുന്നു. ആ സംഭവമൊക്കെ ഇപ്പോൾ കേസറ്റ് തന്നെ ഇല്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രെയിൻസ് വന്നിട്ട് ഒക്കെ സംഭവം കിടന്ന്. അപ്പോൾ അതിൻ്റെ ശേഷം തുടങ്ങിയതാണ്. പിന്നെ 1985 ഞങ്ങളെ സ്കൂളിലത്തെ ഒരു പിരിഞ്ഞു പോകേണ്ട ഒരു വീഡിയോ കണ്ട്. അതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലത്തെ പഴയ ആൾക്കാരനൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോഴത്തെ ആൾക്കാരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവരേനൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊക്കെ അതിൽ വളരെയധികം സന്തോഷം എൻ്റെ മനസ്സിൽ എനിക്ക് വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ പ്രാന്ത ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളെ പ്രാന്ത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പണിയെടുക്കാനും തയ്യാറാണ്. നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. ഓക്കെ, ഹായ് ചങ്ങളെ ബേബി വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനും കുട്ടനും കൂടിയിട്ട് പാടത്ത് കൊണ്ടുപോയിട്ട് വണ്ടി കഴുകാനുള്ള പരിപാടിയാണ്. ബോസിൻ്റെ വണ്ടി കഴുകാനുള്ള പരിപാടിയാണ്. ഇതെടുത്ത മേടിച്ച സാധനം ഞാനും കുട്ടനും കൂടിയിട്ട് പാടത്തേക്ക് പോവുകയാണ്. ഇതാണ് ഈ സാധനമായിട്ടാണ് കഴുകണത്. കാർ വാഷിങ്ങിൻ്റെ സാധനം കേട്ടോ. ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ പാടത്തേക്ക് പോയിട്ട് കാണാം. വണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് കാണാം പരിപാടിയൊക്കെ. ആ വണ്ടി ഒന്നെടുത്ത് നിങ്ങൾ വരുമ്പോൾ കുറച്ച് കുമ്മായിട്ട് വരും. വണ്ടിയൊക്കെ പെയിന്റ് മാറ്റാനെങ്കിലും പറ്റിയിട്ടുണ്ട്. കറുപ്പൊക്കെ എടുത്തതിൻ്റെ ശേഷം ഞാൻ മാത്രമായിട്ട് മാറുന്നില്ല. പക്ഷെ ഹീറ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ലോ. പിന്നെ കുട്ടികളെ മതി ഓവറാക്കണ്ട. ഇപ്പൊ ചെങ്കള ഉൾഭാഗം കഴിയില്ല, പുറഭാഗമൊക്കെ കഴുകല് കഴിഞ്ഞ് അല്ലേ. നാട്ടുകാരൊക്കെ ഉണ്ടായിക്കോട്ടെ കാണാൻ അല്ലേ. നമ്മളെ നാടിൻ്റെ ഭംഗി കാണുമ്പോൾ നാട്ടുകാരുടെ ഭംഗി കൂടി കാണട്ടെ. നാട്ടുകാർ ഇങ്ങനെയൊക്കെ വെള്ളം കൂടുമ്പോഴാണ് കേട്ടോ വണ്ടിയൊക്കെ ഒന്ന് കാണുന്നത്. പച്ച കളർ ഉണ്ടായിരുന്ന വണ്ടി വെള്ള കളറായി. ഇപ്പം ഇനി ഇതിൻ്റെ മുതലാളി തിരിച്ചറിയും കൂടില്ല. ഞങ്ങളടുത്ത ബോട്ട് സർവീസ് 8ാം നാളിലാണ് കേട്ടെന്ന്. 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈകുന്നേരം 6:45 സമയത്ത് പണി കയറി വരുന്ന ആൾക്കാരൊക്കെ തുറാണം ദ്വീപിലേക്ക് പോവുകയാണ്. ഒരു ടാറ്റാട്ടി വെക്കടാ. 5:40 തുറാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന കേട്ടോ. വടമുക്കിക്ക് വരുന്ന ട്രിപ്പാണിത്. ഇത് സന്ദർശകരാണല്ലോ. ഇത് സന്ദർശകരാണ്. ടാറ്റാ ബൈ ബൈ സീ യു. വരാനാക്കി കൊടുക്കുക. നമ്മളെ തുറാന്തരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ബോട്ട്. ചേട്ടാ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ. നമുക്ക് അടുത്ത കഥ എഴുതുന്ന ആളെന്നെ കാണണ്ടേ അല്ലേ. തിരക്കഥ സംഭാഷണം പ്രജീഷ് വലിയ വീട്ടിൽ നമ്മളെ കൂട്ടുകാരനാട്ടോ. കൂടെ പഠിച്ചാണ്. ബെഞ്ചുമേ ഇരിക്കുമ്പോൾ തീരെ സ്ഥലം തന്നിരുന്നില്ല. ഓരോ ഒരുപാട് സ്ഥലം വേണ്ടിയിരുന്നു. എനിക്ക് കുറച്ച് സ്ഥലം അങ്ങനെ തള്ളിയിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. തുറവത്തേക്ക് ലാസ്റ്റ് ട്രിപ്പ് അല്ലല്ല ഇങ്ങോട്ട് വരും. നമ്മളവിടേക്ക് വരും.
കെബീർക്കാക്കൊക്കെ ഒന്ന് പോരുന്നില്ലേ കുട്ടാ? ഒരു ബക്കറ്റ് കൂടി വെള്ളം എടുത്തിട്ട് വന്നേ. ഞങ്ങളെ നാടിൻ്റെ ഭംഗിയായിട്ടത്. ഞങ്ങൾ ആ കുട്ടിക്കാൻ്റെ കോളാണ് ആ കാണുന്നത്. എന്താ ഭംഗിയല്ലേ, എന്ത് രസാച്ചിട്ടാ. ഇവിടെ ഒരു വെള്ളം ഉണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ പ്രശ്നം കേട്ടോ ഈ റോഡിന്. വേറെ ഒരു കുഴപ്പമില്ല. ഇത്രയും നല്ല ജീവിക്കാൻ പറ്റിയ നാടില്ല. എന്നും പണി. ഞാൻ ബംഗാളി ആവാൻ തന്നെ കാരണം ഞങ്ങളുടെ നാടാണ്. എന്നും പണി എല്ലാവർക്കും വേണം. നമ്മൾ സർവീസ് നിർത്തി വെച്ചിരിക്കുന്നത് 6:45. തിരുവനന്തപുരവാസികൾ നടന്നു പോകേണ്ട ഗതികടിക്ക് എത്തിയിട്ട് 6:45 അല്ലേ? ഞാൻ ഒരാള് 2 നേരാള്. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് ചെല്ലും എത്തിക്കോളൂ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് നിർത്തട്ടാ. ആ പോണേ 5 മിനിറ്റ് മുന്നേ വരികയാണെങ്കിൽ ഇപ്പോൾ ആ വണ്ടിയിൽ ബുക്കായിരുന്നല്ലേന്ന്. അടുത്ത 2 ആൾ കൂടി, അപ്പം മൊത്തം 4 ആൾക്കാർ. ഇനി ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കട്ടെ തുറത്തേക്ക്. 2 ബോട്ടിനുള്ള ആൾക്കാരായില്ലേ ഇപ്പോൾ? സൂര്യേട്ടനും ഇനിയും വരുന്നുണ്ട്. ഇനിയും വന്നോണ്ടിരിക്കാന്. എവിടെ തുറത്തെ ആൾക്കാർ ഇപ്പോഴാണല്ലോ വരുന്നല്ലേ? അച്ഛൻ നേരം വൈകാ. വണ്ടി പുതിയ എടുത്ത് ചെലവുണ്ട്. ഇതൊക്കെ തുറന്ന ആൾക്കാർ വരും കേട്ടോ. പണി കയറി വരുന്നതാണ്. 6:45. 10 ഉറുപ്പ്യ വെച്ചിട്ടായിരുന്നു ഓരോ വീടേക്കും. 10 വെച്ചിട്ട്. അതാരാ തലകെട്ട്? ഷാബിയണ്ണനാ? ഷാബിയണ്ണോ ചെങ്കള അവസാനത്തെ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാ. പുതിയ വണ്ടി നമ്മളെ കെബീർക്കടുത്തുള്ള വണ്ടി കേട്ടാ. ഓക്കെ അപ്പോൾ രജിസ്റ്റേട്ടാ നമ്മളെ പുതിയ ഫിലിം നമുക്ക് വേണ്ടിയിട്ട് എടുത്തോളുണ്ട് കേട്ടോ. ഓക്കെ ഇങ്ങോട്ട് തിരിയണോ? അത് അവസാനത്തെ വണ്ടിയാണ്. ആള് കൂടിയോണ്ടിരിക്കട്ടാ. എന്തൊരു രസമേ ഇവിടം സ്വർഗമാണുണ്ണി. അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുട്ടനും പോകാൻ വേണ്ടി നിൽക്കട്ടെ. അപ്പോൾ ഇനി വണ്ടി കൊണ്ടിട്ട് കൊടുക്കണേ ഏക്കാൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ കാഴ്ചയും കാണാം. രജിസ്റ്റേട്ടാ നിൽക്കണേട്ടാ. ഞങ്ങൾ മാത്രം ലാസ്റ്റ് യാത്ര വണ്ടി. വൈകിട്ടാണ് ഇവിടെ വോട്ട് കണ്ടിട്ടാ. പോയിട്ട് കഴിഞ്ഞു. കുട്ടത വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണ്. ഓഞ്ഞ് വണ്ടി എടുത്തിട്ട് വരും കേട്ടോ. എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓൻ വീട്ടിലേക്ക് പോവാണ് വണ്ടി കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെ ബോസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് വണ്ടിയായിട്ട്. ആണ് ബോസിൻ്റെ വീട്. അത് ഞങ്ങളെ വണ്ടിയൊക്കെ കഴുകിയിട്ട് ബോസിൻ്റെ വീട്ടിലേക്ക് വന്നേക്കുക. അവിടുന്ന് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കട്ടാ. ഞാനും അങ്ങനെ വർക്കിംഗ് ഡ്രസ്സിൽ തന്നെ അവരുടെ കൂടെ വന്നേക്കാണ്. വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞിട്ടേ വണ്ടി കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി വന്ന വർക്കിംഗ് ഡ്രസ്സിലാട്ടാ. നമ്മളിത് പോകും വണ്ടിയിൽ ഇവിടെയാണ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. പുറകിൽ വെച്ചിട്ട് അവസാനിക്കുകയാണ്. അച്ഛന്മാരെ വീണ്ടും അടുത്ത വിശേഷവുമായി വീണ്ടും നാളെ വരുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ വടമുക്കിലെ ബംഗാളി. നിങ്ങൾ പണി തരാൻ തയ്യാറാണെന്ന് വെച്ചാൽ ബംഗാളി പണിയെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങളെ ബംഗാളിയുടെ വെറുപ്പിക്കൽ ഇതുവരെ സഹിച്ചിരുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ മുന്നിലേക്ക് എത്തണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ബംഗാളിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഏത് രൂപത്തിൽ എവിടെ പ്രത്യക്ഷപ്പെടുന്നു എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് തെങ്ങ് കയറാൻ ഓൾ കേരള പോകണം നമ്മളെ വണ്ടിയായിട്ട്. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. 5 തെങ്ങ് വെച്ചിട്ട് ഓരോരുത്തരും തരികയാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അവരുടെ വീടും നമ്മളെ യൂട്യൂബിലൂടെ നമ്മൾ
ഇതിൽ പ്രദർശിപ്പിക്കും. പിന്നെ അവരെ എടുത്തിട്ടില്ല എന്നു വെച്ചാൽ അവരെ വീട് നിർബന്ധമായിട്ട് എടുക്കും. വീട് ഭയങ്കര ഇഷ്ടമാണ് ബംഗാളിക്ക്. അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് വേണ്ടത്. എന്ത് തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ, അത് ഞങ്ങളെ അത്താണി സെൻറ്ററിലെത്തിയിട്ടാ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങളെ പയർ മേടിച്ചിട്ട് വന്നിട്ട് അവിടെ അപ്പുറത്ത് പയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ആ പയർ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോയിട്ട് പയർ മേടിച്ചിട്ട് വന്ന് 1 കിലോന് 60 രൂപ. അപ്പോൾ 50 രൂപയ്ക്ക് മേടിച്ച്. അത് ഞങ്ങളെ അത്താണിക്കത്തെ പള്ളിയാണ് കേട്ടോ കാണുന്നത്. അത്താണി സെൻറ്ററിൽ പള്ളിയാണ് കണ്ട. എന്ത് ഭംഗിയല്ലേ രാത്രിയാകുമ്പോൾ. അപ്പോൾ നമ്മൾ പയർ മേടിച്ചിരുന്ന വണ്ടിക്കാരനായിട്ട് അപ്പുറത്ത് നിൽക്കണുണ്ടോ കണ്ടിട്ട്. അത് ആ വണ്ടിയിൽ നിന്നാണ് ഇപ്പോൾ പയർ മേടിച്ചത്. അത്താണിയുടെ ഭംഗിയിട്ട് രാത്രി. അപ്പോൾ ഞങ്ങള് വരുന്ന വരവിൽ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ടാണ് ഇവർ കയറിയത്. വരുന്ന വരവിൽ കണ്ടില്ലേ ഈ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. അത്താണിക്കന്ന് കയറിയ പാടാണ് ഇപ്പോൾ ഇത്. ചെങ്കളെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് നമ്മൾ പോകണ്ട. എല്ലായിടത്തും പോയി വന്ന് കയറ്റിയിട്ട് അപ്പോൾ നമ്മൾ നടക്കുകയാണ്. എൻ്റെ 5 വിളിക്കാൻ വരാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിയൻ വന്നിട്ടാ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക.